ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു രജിസ്ട്രേഷൻ പേജ് തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. രജിസ്ട്രേഷൻ പേജ് തയ്യാറാക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻപുട്ട് ടാഗ് കൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞിരുന്നു രജിസ്ട്രേഷൻ ഫോം തയ്യാറാക്കുന്നത് ഫോം എന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഫോം എന്ന ടാഗിൽ ഓപ്പൺ ചെയ്യാം. ഫോം എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിനി രജിസ്ട്രേഷൻ ഫോം തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിനി ആദ്യം H1 എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാം. രജിസ്ട്രേഷൻ ഫോം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ബ്രേക്ക് ചെയ്യണം. കാരണം നമ്മൾ വേറെ സ്റ്റൈലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് BR എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത് ഇതൊന്ന് ബ്രേക്ക് ചെയ്തിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു രജിസ്ട്രേഷൻ ഫോമിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നെയിം എന്ന് പറയുന്ന ഫീൽഡ് കൊടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് നെയിം എന്ന് പറയുന്ന ലേബൽ ആദ്യം കൊടുക്കാം. അതിന് ലേബൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. ലേബൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റൂ, വേറൊരു പർപ്പസ് അതുകൊണ്ട് നടക്കില്ല. അതുകൊണ്ടാണ് ലേബൽ എന്ന് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം. അതിനായിട്ട് നമുക്കിവിടെ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാം. ഇൻപുട്ട് ടാഗ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ടെക്സ്റ്റ്. ഓക്കെ, നെയിം എന്ന് പറയുന്ന കാര്യം നമുക്ക് ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ID അല്ലെങ്കിൽ ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം CSS ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഐഡിയും ക്ലാസ്സും വെച്ചിട്ടാണ് നമ്മൾ CSS സ്റ്റൈൽ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ID യൂസ് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. fname എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അടുത്ത ലെവലാണ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യാം, കാരണം അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കിത് കോപ്പി ചെയ്യാം. കാരണം ഇതന്നെയാണ് ഇനി ആവർത്തിച്ച് വരാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ലെവലും ഇതും കോപ്പി ചെയ്തെടുക്കാം. ഇത്ര നമുക്ക് കോപ്പി ചെയ്യാം. ഇത് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഏജ് എന്ന് പറയുന്ന ഫീൽഡാണ്. നമുക്ക് ഏജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡാണ് അടുത്ത് വേണ്ടത്. അതിന് നമുക്ക് ഇവിടെ ഏജ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ടൈപ്പ് ടെക്സ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ID എന്ന് പറയുന്ന സ്ഥലത്ത് ID നമുക്ക് ഏജ് ആക്കി മാറ്റാം. കാരണം നമുക്ക് ഡിഫറെൻറ്റ് ID ആണ്, ഓരോന്നിനും ഓരോ ID ആണ് നോക്കുന്നത്. അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇമെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡാണ്. അതിനായിട്ട് ഇവിടെ ഇമെയിൽ ആക്കി കൊടുക്കാം. ദെൻ ഇമെയിൽ എന്ന് പറയുന്ന ടൈപ്പ് ഇമെയിൽ തന്നെയാണ് ടൈപ്പ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ID മാറ്റി ഇമെയിലിന് കൊടുക്കാം. അടുത്തത് ഫോൺ നമ്പർ എന്ന് പറയുന്ന ഫീൽഡാണ്. അതിനും ഇതേപോലെ തന്നെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇവിടെ പേര് മാറ്റി ഫോൺ എന്നൊക്കെ കൊടുക്കാം. ഏകദേശം ടൈപ്പ് ഇവിടെ വരുന്നത് ഫോൺ എന്ന് പറയുന്ന ടൈപ്പാണ് ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അതിനുശേഷം നമുക്ക് ID ഇവിടെ ഫോൺ ആക്കി കൊടുക്കാം. ID നമുക്ക് ഇഷ്ടമുള്ള ID കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏതാണോ ഈസി അതിനനുസരിച്ച് നിങ്ങൾക്ക് ID കൊടുക്കാം. ഐഡിയും ക്ലാസ്സും കൊടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡാണ്. അതായത് ഇൻപുട്ട് ടൈപ്പ് ഡേറ്റ് എന്ന് പറയുന്ന ടൈപ്പാണ് നമുക്ക് വരുന്നത്. ഡേറ്റിനൊക്കെ ഓൾറെഡി ടൈപ്പ് ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡേറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് തന്നെ കൊടുക്കാം. സോറി, ഇവിടെ ഡേറ്റ് എന്ന് പേര് കൊടുക്കാം, ലേബൽ കൊടുക്കാം. ഇവിടെ ടൈപ്പ് ഈക്വൽ ടു ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ID മാറ്റിയിട്ട് ഡേറ്റ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡാണ്. അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ടെക്സ്റ്റ് ഫീൽഡ് സോറി ഇൻപുട്ട് ഫീൽഡ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. പകരം ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ലേബൽ നേരത്തെ കൊടുത്തതുപോലെ തന്നെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യാം. ടെക്സ്റ്റ് ഏരിയ. ഓക്കെ,
ഈ ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് അഡ്രസ്സ് കൊടുക്കാനുള്ള ഫീൽഡ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഫീൽഡാണ്. അതായത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സെലക്ട് എന്ന് പറയുന്ന ടാഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ലേബൽ നമുക്ക് സെയിം തന്നെ കൊടുക്കാം. കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഇൻപുട്ട് ടാഗിൻ്റെ ആവശ്യമില്ല, പകരം നമ്മളിവിടെ കൊടുക്കേണ്ടത് സെലക്ട് എന്ന് പറയുന്ന ടാഗാണ് കൊടുക്കേണ്ടത്. ഈ സെലക്ട് എന്ന് പറയുന്ന ടാഗിൻ്റെ അകത്തായിട്ട് ഓപ്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ടാഗ് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്ഷൻ ടാഗിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണെന്ന് പേര് കൊടുക്കേണ്ടത്. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഡിസ്ട്രിക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഓപ്ഷൻ അടുത്തത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ അടുത്ത ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഇത് നമുക്ക് അവിടെ ഡ്രോപ്പ് ഡൗണിൽ കാണാൻ പറ്റും. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റേഡിയോ ബട്ടൺ യൂസ് ചെയ്തിട്ട് ജെൻഡർ, അതായത് ജെൻഡർ നമുക്കറിയാം മെയിൽ ഫീമെയിൽ രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെങ്ങനെ കൊടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ ജെൻഡർ എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി ലേബൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ജെൻഡർ എന്നാക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നിടത്ത് റേഡിയോ എന്ന് പറയുന്ന ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. റേഡിയോ. ഓക്കെ, അതിനുശേഷം ഇവിടെ ഐഡി അല്ല നമ്മളിവിടെ കൊടുക്കുന്നത്, അതിന് പകരം നമ്മളിവിടെ കൊടുക്കുന്നത് നെയിം ആണ് കൊടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജെൻഡർ എന്ന് പറയുന്നത് രണ്ടെണ്ണം നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ രണ്ടെണ്ണം സെലക്ട് ചെയ്യുന്ന സമയത്ത് നെയിം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഏതാണ് സെലക്ട് ആവുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിനിവിടെ നെയിമിനിവിടെ എന്തെങ്കിലും ഒരേ നെയിം, അതായത് രണ്ടിനും ഇപ്പം മെയിലും ഫീമെയിലും കൊടുക്കുന്ന സമയത്ത് രണ്ടിനും ഒരേ നെയിം കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ ജെൻഡർ തന്നെയാണ് കൊടുക്കുന്നത്. സ്മോൾ ലെറ്റർ കൊടുക്കുന്നത് പിന്നെ ടൈപ്പും അല്ല ലേബലും രണ്ടും കൂടെ ഒന്നായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്കിവിടെ ജെൻഡർ തന്നെ കൊടുക്കാം. ദെൻ അതിനുശേഷം ഒരു ഇൻപുട്ട് ടൈപ്പ് കൂടെ കൊടുക്കണം. കാരണം റേഡിയോ ബട്ടൺ രണ്ടെണ്ണം വരുന്നുണ്ട്, ഒന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ വരുന്നുണ്ട്. ഇവിടുന്ന് ജെൻഡർ എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ മെയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതായത് മെയിലിൻ്റെ ജെൻഡർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഇവിടെ ഇൻപുട്ട് ടൈപ്പ് അടുത്തത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ റേഡിയോ എന്ന് പറഞ്ഞ് കൊടുക്കാം. പിന്നെ ഈ നെയിം, അതായത് ഈ നെയിം തന്നെ മാക്സിമം ഇവിടെ കൊടുക്കണം. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒന്ന് സെലക്ട് ആവുള്ളൂ. അതല്ല രണ്ട് ഡിഫറെൻറ്റ് നെയിം ആണെങ്കിൽ രണ്ടും അറ്റ് എ ടൈമിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഫീമെയിൽ തന്നെ കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ജനറൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതായത് റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സിന് വേണ്ടി ഞാനിവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഇൻപുട്ട് ടൈപ്പിന് ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഐ ഡി അല്ല യൂസ് ചെയ്യുന്നത്, ഐ ഡിക്ക് പകരം നെയിമാണ് യൂസ് ചെയ്യുന്നത്. ഇതും സെയിം നെയിം കൊടുക്കണം. നമ്മളിവിടെ ചെക്ക് ബോക്സിൽ സെലക്ട് ചെയ്യുന്നത് അറ്റ് എ ടൈമിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എത്ര എണ്ണം സെലക്ട് ചെയ്തു എന്നുള്ളത് ബാക്ക് എൻഡിലേക്ക് നമ്മൾ ഡാറ്റ എടുക്കുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഒരേ നെയിം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരേ നെയിം കൊടുക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു ഇൻപുട്ട് ടൈപ്പ് കൂടെ കൊടുക്കാം. കാരണം നമുക്ക് ഒരു ചെക്ക് ബോക്സോടെ വെച്ച് കൊടുക്കാം. ടൈപ്പ് ചെക്ക് ബോക്സ് നെയിം ലാംഗ്വേജ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇനി എത്ര ചെക്ക് ബോക്സ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഈ നെയിം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ രജിസ്ട്രേഷൻ ഫോമിലേക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫീൽഡാണ് കൊടുക്കുന്നതെന്നാണ്. അതിനായിട്ട് കൊടുക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയൽ എന്ന് പറയുന്ന ഫീൽഡാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയൽ. ഇത് ഫയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമേജ് മാത്രമല്ല, അതിലേക്ക് നമുക്ക് എന്ത് ഫയൽ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഫോമിലേക്ക് CV അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഈ ഫയൽ എന്ന് പറഞ്ഞ് കൊടുത്തേച്ചാൽ മതി. ഓക്കെ, ID ഈക്വൽ ടു ഫയൽ എന്ന് കൊടുക്കാം. ഇവിടെ ഇമേജ് വേണ്ട, ഇമേജിന് പകരം നമുക്ക് ഫയൽ എന്ന് കൊടുക്കാം. കാരണം ഈ ഒരു ഫയൽ വെച്ച് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ PDF ഫയലായാലും ഇമേജ് ഫയലായാലും ഏത് ഫയലായാലും നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ഫയൽ എന്ന് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു രജിസ്ട്രേഷൻ ഫോമിൻ്റെ സമയത്ത് ഒരു പാസ്വേഡ് സേവ് ചെയ്യും. അതിനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യുന്ന പാസ്വേഡ് എന്ന് പറയുന്ന ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറയുന്ന ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പാസ്വേഡ് എന്ന് പറയുന്ന ടൈപ്പാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ID മാറ്റിയിട്ട് പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതിലേക്ക് ഒരു ബട്ടണാണ്. കാരണം ഇത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് സബ്മിറ്റ് ചെയ്യണമല്ലോ, അതിനായിട്ടുള്ളൊരു ബട്ടൺ. അതിന് നമുക്കിവിടെ ബട്ടൺ കൊടുക്കാം. ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ആണ് ബട്ടൻ്റെ ടൈപ്പ് വരുന്നത്. ID ഈക്വൽ ടു ബട്ടൺ കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് സേവ് ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. സേവ് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് ബ്രൗസർ. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പം നെയിം എന്ന് പറയുന്ന ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മൾ വാലിഡേഷൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നെയിം കൊടുക്കാൻ പറ്റും. അതിനായിട്ട് എങ്ങനെയാണ് നമുക്ക് HTML വെച്ചിട്ട് വാലിഡേഷൻ എന്നുള്ളത് അടുത്ത ക്ലാസ് പറയും. അതുപോലെ ഏജ്, ഇമെയിൽ ഇപ്പം നമുക്ക് ഇതിൽ വാലിഡേഷൻ കൊടുക്കാൻ പറ്റും. കാരണം ഇമെയിൽ എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ അവർ ഓൾറെഡി നമുക്കൊരു വാലിഡേഷൻ ഇതിൽ റെഡ് വരുന്ന കണ്ടില്ലേ സ്ക്രീനിൽ, അതായത് പറയുന്നത് ഈ ഇമെയിലിൻ്റെ ഫോർമാറ്റിലല്ല എന്നാണ് പറയുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ കൊടുത്തതിന് ശേഷം @gmail.com അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ കറക്റ്റ് ആവും. അല്ലാതെ നമ്മളിവിടെ Gmail ഒന്നും കൊടുക്കാതെ ഇങ്ങനെ വെറുതെ ഇട്ട് പോയി കഴിഞ്ഞാൽ വന്നാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. വെറുതെ നമ്മളൊരു ടെക്സ്റ്റ് മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെഡ് മാർക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫോൺ നമ്പറിന് ഇപ്പോൾ ഒരു വാലിഡേഷൻ ഇല്ല. കാരണം നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ടെക്സ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമുക്ക് വാലിഡേഷൻ ഒന്നും വരുന്നില്ല ഫോണിന് കൊടുത്തു കഴിഞ്ഞിട്ടോ. നമുക്ക് ഇവിടെ എങ്ങനെയാണ് വാലിഡേഷൻ ചെയ്യാൻ നോക്കണം. ഡേറ്റ് കൊടുക്കുന്നത് ഇതേപോലെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിലപ്പം ചില ബ്രൗസറിൽ സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് ബ്രൗസർ ജസ്റ്റ് മാറ്റി നോക്കിച്ചാൽ മതി. പിന്നെ അഡ്രസ്സിൻ്റെ ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ഏരിയ കൊടുക്കുന്നത് ഇത്രയും വലിയൊരു കോളം കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ഒന്ന് കൂട്ടാം. കാരണം നമുക്ക് എത്രത്തോളം നമുക്ക് അഡ്രസ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് കൂട്ടാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടാഗ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് നമ്മൾ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സെലക്ട് ബോക്സ്, അതായത് സെലക്ട് ബോക്സ് ഇതാ സെലക്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ടുള്ളത്. സെലക്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷനിൽ കൊടുക്കുന്ന ആ ഐറ്റം ഇവിടെ അതേപോലെ തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ജെൻഡറിൻ്റെ കാര്യം പറഞ്ഞു. ജെൻഡറിൽ നമ്മളിവിടെ നെയിമും ഒരേപോലത്തെ കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ, ഇതിപ്പോൾ എനിക്ക് അറ്റ് എ ടൈമിൽ ഒന്ന് മാത്രമേ സെലക്ട് ആവുള്ളൂ, ഏതെങ്കിലും ഒന്ന് മാത്രം. ഞാൻ ഫീമെയിൽ സെലക്ട് ചെയ്താൽ മെയിലിൽ നിന്നും അത് ഓട്ടോമാറ്റിക്കലി ഹൈഡ് ആവും. അതുപോലെ മെയിൽ സെലക്ട് ചെയ്താൽ ഫീമെയിലിൽ നിന്ന് ഹൈഡ് ആവും. അങ്ങനെയാണ് ഇത് വരുന്നത്. അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ നെയിം മാറ്റിയിട്ട് ഇങ്ങനൊരു നെയിമും മറ്റേന് വേറെ ഒരു നെയിമും, അതായത് ഇപ്പോൾ ജെൻഡർ 1 എന്നാണ് മെയിലിന് കൊടുത്തിട്ടുള്ളത്, ജെൻഡർ എന്നാണ് ഫീമെയിലിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വരികയെന്ന് വെച്ചാൽ നമുക്ക് അറ്റ് എ ടൈമിൽ രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെയിം രണ്ടും റേഡിയോ ബട്ടണിന് ഒന്നാക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിവിടെ പറഞ്ഞു ടെക്സ്റ്റ് ചെക്ക് ബോക്സിൻ്റെ കാര്യം പറയുന്നു. ചെക്ക് ബോക്സ് നമുക്ക് അറ്റ് എ ടൈമിൽ ഇവിടെ നമ്മൾ ലാംഗ്വേജ് ഒന്നും കൊടുത്തില്ല, ലാംഗ്വേജ് കൊടുക്കാം. ചെക്ക് ബോക്സ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അറ്റ് എ ടൈമിൽ എത്ര എണ്ണം വേണോ അത്ര എണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ നെയിം ഇവിടെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത് നമുക്ക് ബാക്കെൻഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നെയിം വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അറേ വെച്ച് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ നെയിം കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫയൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ടെക്സ്റ്റ് ഫീൽഡ് ആണെങ്കിലും അതുപോലെ ഇതുപോലത്തെ ഷോർട്ട് കട്ട് കീ ആണെങ്കിലും എന്താണെങ്കിലും കൊടുക്കാൻ പറ്റും നമുക്ക്. അതാണ് ഫയലിന് യൂസ് ചെയ്യുന്നത്. പിന്നെ പാസ്വേഡ് എന്ന് പറയുന്ന ടൈപ്പ് യൂസ് ചെയ്തത് നമുക്ക് അറിയാം. നമ്മൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അത് ഹൈഡ് ആയി കിടക്കണം, ഷോ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് പാസ്വേഡ് എന്ന് പറയുന്ന ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ ഇതിൻ്റെ വാലിഡേഷൻ എങ്ങനെ, HTML വാലിഡേഷൻ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.